ഈ ഫിഫ എന്ന് പറയുന്നത് ഒരു വലിയൊരു കോർപ്പറേറ്റ് സ്ട്രക്ചറുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ് രീതികളും അതോടൊപ്പം തന്നെ അവരുടെ പഠനകാലം എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡിലായിരുന്നു തോന്നുന്നു. എങ്ങനെയാണ് ആ ഒരു കാലം എങ്ങനെയായിരുന്നു അവരുടെ ട്രെയിനിങ് ഒക്കെ? ഫിഫ ഒരു മാസീവ് ഓർഗനൈസേഷനാണ്. കോർപ്പറേറ്റ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കുറച്ചൊരു സെമി ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു സെമി ഗവൺമെൻറ് സെറ്റപ്പാണ്. ഈ കോഴ്സ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് UK നമ്മൾ സ്പോർട്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നു, ഇറ്റലിയിൽ പോയിട്ട് നമ്മൾ സ്പോർട്സ് മാർക്കറ്റിംഗ്, ഫൈനാൻസ് ആൻഡ് മാനേജ്മെൻറ്റ് പഠിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ന്യൂഷറ്റലിൽ പോയി സ്പോർട്സ് ലോ പഠിക്കുന്നു. ഈ കൺട്രീസ് വരെ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രസക്തി കൊണ്ടാണ്. ഇപ്പോൾ UK സ്പോർട്സിൻ്റെ ഗ്രാസ് റൂട്ട്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് ഉണ്ടായിട്ടുള്ളത്. സ്പോർട്ട് ആസ് എ ടൂൾ അല്ലെങ്കിൽ സ്പോർട്ട് ആസ് എ ഒരു ഫാൻസിന് കാണാൻ പറ്റിയ ഒരു എൻ്റർടൈനർ ആയി മാറ്റിയത് UK ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചെന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫുട്ബോൾ എന്തായിരുന്നു അത് കാണുന്നത് തൊട്ടിട്ട് ഇന്ന് പ്രീമിയർ ലീഗ് എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആയിട്ട്. പിന്നെ നമ്മൾ ഇറ്റലി പോകുന്നു. അവിടെ നമ്മൾ പല സ്ഥലത്ത് മാറനെല്ലോയിൽ ഫെറാരീൻ്റെ സൈറ്റിലും AC മിലാൻ, ഇന്റർ മിലാൻ അവിടെയൊക്കെ നമ്മൾ പോയി. പിന്നെ അവിടുന്ന് പഠിച്ചു വരുന്നത് മാർക്കറ്റിംഗ്, ഫൈനാൻസ്, മാനേജ്മെൻറ്റ്. പിന്നെ സ്വിറ്റ്സർലൻഡിൽ വന്ന് നമ്മൾ പഠിക്കുന്ന സ്പോർട്സ് ലോ. അപ്പോൾ ഈ കോഴ്സ് ഫിഫ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മളെ ഒരു ഓൾറൗണ്ടറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് നമുക്ക് ലോകത്തെ ഏതൊരു മെഗാ സ്പോർട്ടിംഗ് ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടൂർണമെൻറ്റിന് നമ്മളെ എക്യുപ്പ് ചെയ്യാണ് ആസ് എ പ്രോജക്റ്റ് ലീഡ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് മാനേജർ അല്ലെങ്കിൽ ഒരു ലീഡർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് എക്യുപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.